ഇന്ന് കാരമലൈസ് ഒക്കെ ചെയ്ത് അടിപൊളി ഒരു ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാ കൂട്ടുകാർക്കും മമ്മൂസ് ടെസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ നമുക്ക് കാരമലൈസ് ചെയ്ത് മാറ്റി വെക്കണം. അതിനായിട്ട് ചുവട് കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇതുപോലെ വെതിരിട്ട് കൊടുക്കണം. അപ്പോൾ കാരമലൈസ് ചെയ്തിട്ട് ശരിയാത്തവരാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്താൽ മതി. ഹൈ ഫ്ലെയിമിലിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ചെറുതായിട്ട് കളർ ചേഞ്ച് ആയപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്. അപ്പം ലോ ഫ്ലെയിമിലാക്കാൻ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ പഞ്ചസാരയൊക്കെ കരിഞ്ഞ് കേക്കിന് ഭയങ്കര കയ്പാവും. ഞാൻ ഈ ഒരു കളർ ആയപ്പോൾ തന്നെ ഒരു 1/4 കപ്പ് ഇളം ചൂടുള്ള വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ കുറേശ്ശെയായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്ത് ശ്രദ്ധിക്കണം. പെട്ടെന്ന് തന്നെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തിളച്ച് കിടക്കുന്നുണ്ട്, നമ്മുടെ കയ്യിലേക്ക് തെറിച്ച് കൈ പൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടെ കളറൊക്കെ ചേഞ്ച് ആകാം. ഇതുപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് വേറൊരു ബൗളിലേക്ക് ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്കിന് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. അതിനായിട്ട് ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് മൈദ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് 3 വട്ടമെങ്കിലും കുറഞ്ഞത് ഒന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്ത് മിക്സ് ചെയ്തൊന്ന് മാറ്റി വെക്കാം. നേരത്തെ ഞാൻ ഷുഗർ കാരമലൈസ് ചെയ്യാതെ ഉണ്ടാക്കിയ ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് കാണാത്തവരൊന്ന് കയറി കാണണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. 2 ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി ആ പുറമേ ഉള്ള വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. 2 ക്യാരറ്റ് ഫുള്ളായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് 1 കപ്പ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കേക്കിന് ആവശ്യമായിട്ടുള്ള ബാക്കി പഞ്ചസാര നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. മിക്സറിൽ ഡ്രൈ ആയിട്ടുള്ള ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര, അതിലേക്ക് ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട, 1 ഗ്രാമ്പൂ, 1 ഏലക്ക, ഏലക്കയുടെ കുരു മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. പഞ്ചസാര പൊടിച്ച് മാറ്റി വെക്കാം. മിക്സറിൽ ഡ്രൈ ആയിട്ടുള്ളൊരു വലിയ ജാറിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 2 കോഴിമുട്ട പൊടിച്ചൊഴിക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഒഴിക്കുന്നത്. വാനില എസൻസ് എൻ്റെ കയ്യിൽ കുറവായതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര പൊടിച്ചപ്പോൾ ഒരു ഏലക്കയും കൂടെ ഇട്ട് പൊടിച്ചത്. വാനില എസൻസ് എൻ്റെ കയ്യിൽ കുറവായതുകൊണ്ടാണ് പഞ്ചസാര പൊടിച്ചപ്പോൾ 1 ഏലക്കയും കൂടെ ഇട്ട് ഞാൻ പൊടിച്ചത്. പൊടിച്ച പഞ്ചസാര മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത് 30 സെക്കൻഡ് ഹൈ സ്പീഡിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ലോ സ്പീഡിൽ ഒരു 20 സെക്കൻഡ് അടിച്ചെടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്യാൻ പറ്റിയ ഒരു പാത്രത്തിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം ഈ കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. കാരമൽ സിറപ്പും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കാരമലൈസ് ചെയ്തപ്പോൾ കുറച്ചും കൂടെ കളർ ആയിരുന്നെങ്കിൽ ഇതിനൊന്നും കൂടെ കളർ കിട്ടിയേനെ. അരിച്ചു വെച്ചിരിക്കുന്ന മൈദയിലേക്ക് നമ്മൾ നേരത്തെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് ഗ്രേറ്റഡ് ക്യാരറ്റും കുറച്ച് കാഷ്യൂനട്ട് ചോപ്പ് ചെയ്തും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കേക്ക് ഉണ്ടാക്കി വരുമ്പോൾ കേക്കിൻ്റെ ഏറ്റവും അടിഭാഗത്തേക്ക് ഈ ക്യാരറ്റും കാഷ്യൂനട്ടും ഒക്കെ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ മൈദയിൽ മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അടിയിൽ വന്ന് അടിയാതിരിക്കും. എന്നിട്ട് ഇത് കുറേശ്ശെയായിട്ട് ഒരു 3-4 ബാച്ചായിട്ട് കുറേശ്ശെയായിട്ട് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒത്തിരി അങ്ങ് കുത്തി ഇളക്കൊന്നും വേണ്ട. ഇത് ഞാൻ സ്പീഡിൽ കാണിക്കുന്നുണ്ടാണ്. പയ്യെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് നമ്മുടെ ബാറ്റർ ഇരിക്കുന്നത്. ഒത്തിരി അങ്ങ് ലൂസൊന്നുമല്ല, കുറച്ച് തിക്കായിട്ട് തന്നെയാണ് ബാറ്റർ ഇരിക്കുന്നത്. ഒരു സ്പാച്ചിൽ വെച്ച് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ A4 ഷീറ്റ് അതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്താലും മതി. അല്ലെങ്കിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് മൈദയും കൂടെ ഒന്നിട്ട് തട്ടിക്കൊടുത്താൽ മതി. ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഒത്തിരി ഇട്ടങ്ങ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിരിക്കുന്ന ക്യാരറ്റൊക്കെ ഏറ്റവും അടിയിലായി പോകും. പിന്നെ കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കി വന്ന ഗ്രേറ്റഡ് ക്യാരറ്റ് ഗാർണിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ബാറ്റർ വെച്ച് കൊടുത്ത് ഇനി ഒരു 45 തൊട്ട് 50 മിനിറ്റ് വരെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ബേക്ക് ചെയ്തെടുക്കാൻ. കേക്ക് ടിന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പ്രഷർ കുക്കറിൽ നമുക്ക് ചെയ്തെടുക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പ്രഷർ കുക്കറിൽ ചെയ്താണ് കാണിച്ചിരിക്കുന്നത്. കാണാത്തവരത് തീർച്ചയായിട്ടും ഒന്ന് കയറി കാണണം. 50 മിനിറ്റ് കൊണ്ട് തന്നെ എനിക്കിത് നന്നായിട്ട് ബേക്കാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം ഇതുപോലെ നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം. കേക്ക് ടിന്നിൻ്റെ പകുതി ഞാൻ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുള്ളായിരുന്നു. അപ്പോൾ നന്നായിട്ട് പൊങ്ങി കേക്ക് ടിന്നിൻ്റെ ലെവലിൽ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല കളറും കിട്ടിയിട്ടുണ്ട്. ഇതൊരു ബർത്ത്ഡേക്ക് വേണ്ടി ഉണ്ടാക്കിയതുകൊണ്ട് ഞാനിത് കട്ട് ചെയ്യാത്തത് ബർത്ത്ഡേക്കാർക്ക് തന്നെ കട്ട് ചെയ്യട്ടെ എന്ന് വെച്ചാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.